പത്രോസിനോട് കർത്താവ് കടലിൻ്റെ മുകളിൽ കൂടെ നടന്നു വരാൻ പറഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയുള്ള പത്രോസ് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവൻ കടലിൻ്റെ മുകളിൽ കൂടെ നടന്നു മുന്നോട്ട് വരുമ്പോൾ കാറ്റുകൾ, കോളുകൾ, കടലിളകി വരുന്ന വിഷയങ്ങൾ കണ്ടിട്ട് അവൻ വളരെയധികം ഭയപ്പെടുകയാണ്. ദൈവ പദ്ധതിയുള്ളതിനെ പിശാച് കാലെ പിടിച്ച് കടലിൻ്റെ താഴേക്ക് വലിക്കുമ്പോൾ നാഥാ എന്നെ രക്ഷിക്കണമേ എന്ന് ചോദിച്ചുകൊണ്ട് വലങ്കരം നീട്ടിയ പത്രോസിൻ്റെ വലങ്കരത്തിൽ പിടിച്ച കർത്താവ് എന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവ് നമ്മുടെ കരത്തിൽ പിടിക്കുകയാണ്. പിശാചിൻ്റെ പിടിവിടുന്ന ഒരു പകലായി പകൽ മാറട്ടെ. കർത്താവിൻ്റെ കരത്തിൽ പിടിക്കുന്ന ഒരു പകലായി ഈ പകൽ മാറട്ടെ. കർത്താവിൻ്റെ കരത്തിൽ പിടിച്ചാൽ എന്താണ് ഗുണമുള്ളത്? കർത്താവിൻ്റെ കരത്തിൽ പിടിച്ചാൽ ഒരു മനുഷ്യൻ്റെ കരത്തിൽ പിടിക്കുന്നത് പോലെയല്ല. ദൈവത്തിൻ്റെ കരത്തിൽ പിടിച്ചാൽ അവൻ ഏതറ്റം വരെ ഉയർത്തുമെന്ന് ലോകത്തിൽ ആർക്കും പ്രവചിച്ചു പോലും പറയാൻ പറ്റാത്ത രീതിയിൽ കർത്താവ് നമ്മളെ ഉയർത്തി മാനിക്കും. കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ കർത്താവ് നമ്മുടെ തലയെ ഉയർത്തും. പുതിയ എണ്ണ നമ്മുടെ തലയിൽ തേപ്പിക്കും. ദൈവം ഒരുത്തനെ ഉയർത്തുന്നത് എത്ര കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോകുമെന്ന് ശത്രു വിധി എഴുതിയോ അതേ സ്ഥാനത്ത് കർത്താവ് കൈപിടിച്ച് ഉയർത്തുന്ന ദൈവമാ. ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ആലോചന പറയട്ടെ. നിന്റെ കരത്തെ കർത്താവ് പിടിച്ചുയർത്താൻ തുടങ്ങിയാൽ ആർക്കും നിന്നെ താഴ്ത്താൻ പറ്റത്തില്ല. ഒരു ഇരുളിൻ്റെ ശക്തികൾക്കും നിന്നെ താഴ്ത്താൻ പറ്റത്തില്ല. ഒരു ഭയത്തിനും നിന്നെ താഴ്ത്താൻ പറ്റത്തില്ല. ഒരു നിരാശകൾക്കും നിന്നെ താഴ്ത്താൻ പറ്റത്തില്ല. കാര്യം നിന്നെ കരം പിടിച്ചുയർത്തുന്നത് യേശു കർത്താവാകിയാൽ ആ കരത്തിലേക്ക് നോക്കി എന്നെ ഒന്ന് രക്ഷിക്കണമേ ഇന്ന് പകലിൽ പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ കരത്തിൽ കർത്താവ് ഇന്ന് പകലിൽ പിടിക്കുമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ആലോചന വിളിച്ചു പറയുകയാണ്.